ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയും പിന്നെ ഞണ്ട് ഫ്രൈ ആണ്. അപ്പം മോളിപ്പോൾ ഞണ്ടൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞണ്ടൊക്കെ വൃത്തിയാക്കാൻ പോവുക. കവറിൽ നിന്ന് എടുത്ത് തട്ടിയപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ഞണ്ടാണ്, നല്ല ചതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ഉണ്ട്, നല്ല പച്ച ഞണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തു. കാലൊന്നും അടർത്തി എടുത്തില്ലായിരുന്നു. അത് പിന്നെ ചെയ്യാമെന്ന് കരുതി. ആദ്യം നന്നായിട്ടൊന്ന് ഒത്തിരി മണ്ണൊക്കെ അല്ലേ കഴുകി ക്ലീൻ ചെയ്ത് എടുത്തു. ആദ്യം നമുക്ക് ഫ്രൈഡ് അരപ്പ് തയ്യാറാക്കാം. ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും കൂടി നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. കറിക്കും ഫ്രൈ ചെയ്യാനും സെപ്പറേറ്റ് ആക്കി കാലൊക്കെ അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൽ ഒരുപാട് പൊടികളുടെ ആവശ്യമില്ല. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പുരട്ടി മാറ്റിയേക്കാം. ഇനി കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി വേണം. ഒരു ചെറിയ അളവ് പുളി മതി കേട്ടോ. ഞണ്ടിന് പുളിയൊന്നും പിടിക്കാത്തതുകൊണ്ട് കുറച്ച് പുളി മതി, അത് പ്രത്യേകം പറയുകയാണ്. പിന്നെ ഉള്ളത് തേങ്ങ, കുറച്ച് തേങ്ങയും കുറച്ച് മുളക് പൊടി, അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങ അതിൽ അരപ്പിലിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി അരയാൻ പാടില്ല. ഇത് ഞണ്ട് അത്രയും കൊഴുപ്പൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത്. പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ അരച്ചെടുക്കുക. എല്ലാം കൂടി നമുക്കൊന്ന് ഉപ്പിട്ട് കലക്കി വെച്ച് കൊടുക്കാം. പിന്നെ വേറെ മുരിങ്ങയ്ക്കൊന്നും ഇതിലിടണ്ടല്ലോ. ഒരു തക്കാളി, ഞാൻ ചെറിയൊരു തക്കാളി 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരുപാട് വെള്ളമൊന്നും ഇതിന് ഒഴിക്കാൻ പാടില്ല. വെള്ളം ഞണ്ടിൽ നിന്ന് ഇങ്ങനെ ഊറി വരുമല്ലോ, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് ഇറക്കാൻ നേരം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയോ കടുവറുത്ത് ഒഴിക്കുകയോ ചെയ്യേണ്ടതാണ്. നമ്മൾ ഞണ്ട് പുരട്ടിയൊക്കെ വെച്ചത് സെറ്റായിട്ടുണ്ട്. ഒരുപാട് നേരം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മസാല പിടിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ഞണ്ടിൻ്റെ ചെസ്റ്റ് പീസാണ് ഞാൻ ആദ്യം ഇട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കാറില്ല കേട്ടോ. ആദ്യം ആവശ്യമാണെങ്കിൽ മാത്രമേ വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് എണ്ണ ഒഴിച്ച് വേസ്റ്റാക്കുന്ന എന്തെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാം. ആദ്യം എന്നിട്ട് നമ്മളിത് ജസ്റ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഞാൻ ആദ്യം കരിവേപ്പില ഇട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ടാമത് കാലിട്ട് ഫ്രൈ ചെയ്യാൻ നേരം കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ ഞണ്ട് ഫ്രൈയും കറിയും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക ചരിച്ചിട്ട്. മോളെപ്പോഴും പറയും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നില്ലെന്ന് പരാതിയാണ്. അപ്പോൾ എന്താ ശരിയായെന്നൊന്നും എനിക്കറിയത്തില്ല. മോളടുത്ത് കൊണ്ടുപോയി കാണിക്കുമ്പോഴേ അറിയാവൂ. ഇതിപ്പം ഞാൻ ചരിച്ചൊക്കെ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം സെറ്റായി നമുക്ക് കാണാം. നല്ല മണമാണ് ഇത്. കുറച്ച് വീട് മണക്കുന്നൊരു മണമാണ് ഞണ്ട് ഫ്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഫ്രൈ ചെയ്യേണ്ടതാണ്. നമ്മളെ കറിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. നല്ല കറിയുടെ മണവും ഞണ്ടിൻ്റെ മണവും കൊണ്ട് നിൽക്കാൻ വയ്യ. ഇതുപോലെ ഞണ്ട് കറി വെക്കാത്തവരും ഇതുപോലെ ഞണ്ട് ഫ്രൈ ചെയ്യാത്തവരും ഉറപ്പായിട്ടും ഫ്രൈ ചെയ്ത് കറി വെക്കേണ്ടതാണ്. ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.